ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വരുവാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു സകല ആൾക്കാരും. കാരണം അത്രമാത്രമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുവാൻ. പ്രത്യേകിച്ച് ജിസേലിന്റെയും അനുമോളിന്റെയും വിഷയത്തിൽ എന്തായിരിക്കും ലാലേട്ടൻ തീരുമാനമെടുക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നറിയുവാൻ തന്നെ നമ്മൾ പ്രൊമോ നോക്കി കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന പ്രൊമോ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജിസേലിനെ ശരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പ്രൊമോയുടെ തുടക്കത്തിൽ കാണുന്നത് അനുമോളുടെ സംസാരമാണ്. ചപ്പാത്തി കട്ടെടുത്തുവെന്ന് ഇവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജിസേൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറയുകയാണ്, അടിക്കാൻ കൈപൊക്കി എന്നെ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ശരിക്കും ഇന്നലെ ജിസേൽ ക്യാമറയുടെ മുൻപിൽ പോയി പറഞ്ഞത് ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്നാണ്, അവരെ തല്ലിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ പറയാൻ കാരണം അപ്പാനിയും അക്ബറും കൂടി ഫിസിക്കൽ അസോൾട്ട് നടത്തിയെന്ന് ബിഗ് ബോസിനോട് പറയണമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യിച്ചതാണ്. ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുന്നു, അവരെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടില്ല, അടിക്കാൻ കൈ പൊക്കിയതേ ഉള്ളൂ എന്ന്. വൈകിട്ടത്തെ എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടില്ല, നിങ്ങൾ എന്നെ കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ദേഷ്യത്തോടെ ചെല്ലുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ജിസേൽ ഇങ്ങനെ കൈ മടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കൈ അവർ തട്ടി മാറ്റി, അടിക്കാൻ കൈ പൊക്കിയതല്ല, അടിച്ചിട്ടുമില്ല. ഇത് തന്നെയായിരുന്നു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് പല ആൾക്കാരും വന്ന് എന്നെ പൊങ്കാലയിടുന്നുണ്ടായിരുന്നു, അവരെ അടിച്ചത് തന്നെയാണ്, നീ എവിടം കൊണ്ടാണ് കണ്ടത്, നിന്റെ കണ്ണിന് കാഴ്ചയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ കുറേ ആൾക്കാർ പൊങ്കാലയിട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജിസേൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അവരെ തല്ലാൻ വേണ്ടി കൈ പൊക്കിയതേ ഉള്ളൂ എന്ന്. അപ്പോൾ ജിസേൽ പറയുന്നതാണോ ശരി, അതോ ജിസേലിന്റെ ആരാധകർ പറയുന്നതാണോ? സംശയിക്കേണ്ട, ജിസേലിന്റെ ആരാധകർ പറയുന്നത് തന്നെയാണ് ശരി. ലാലേട്ടൻ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയാൽ ഞങ്ങൾക്ക് അതിന്റെ പേരിൽ തീരുമാനമെടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചു വെക്കുന്നത്. തുടർന്ന് ജിസേലിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശരിക്കും ജിസേൽ, ഇവിടെ ഇനി സാധനങ്ങളൊന്നും ഇല്ല, ഷുവറാണോ? അപ്പോൾ വളരെ ഉറപ്പോടുകൂടി ജിസേൽ തലകുലുക്കുകയാണ്, ഒന്നുമില്ല എന്ന് തന്നെ. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ഞാൻ വന്നു പറഞ്ഞു, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടതായിട്ട് വരും. ആ സംസാരത്തിലൂടെ ജിസേലിനെതിരെ ഒരു പുറത്താക്കൽ നടപടിയിലേക്ക് ബിഗ് ബോസ് പോകുന്നില്ല, എന്നാൽ എന്തോ പണിഷ്മെന്റ് ജിസേലിന് വെച്ചിട്ടുണ്ട്. അത് വൈകിട്ടത്തെ എപ്പിസോഡിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അനുമോൾക്ക് കാര്യമായിട്ട് ഫയറിങ്ങുകളൊന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. അനുമോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് തുടങ്ങുന്നു. അതിനുശേഷമുള്ള സംസാരങ്ങൾ മുഴുവനും ജിസേലിനോടാണ്. അങ്ങനെയാണെങ്കിൽ ജിസേലിന് ഇന്ന് ലാലേട്ടൻ ഉറപ്പായിട്ടും മൂക്ക് കയറിടുവാൻ സാധ്യതയുണ്ട്. ഒപ്പം പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മുൻപ് വന്ന ഒരു പ്രൊമോയിൽ അതിനെക്കുറിച്ചും ലാലേട്ടൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡ് അത് ഗംഭീരമായിരിക്കും, അത് തകർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാ പണികളും ഒതുക്കി നേരത്തെ തന്നെ എപ്പിസോഡ് കാണുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി എല്ലാവരും കാത്തിരിക്കുക. കളി ചൂടുപിടിക്കുകയാണ്. ആ രസക്കാഴ്ചകൾ കാണാൻ